ഷൂരി എന്ന നാട് ഭരിച്ചിരുന്ന നല്ലവനായ രാജാവായിരുന്നു കിങ് റിച്ചാർഡ്. ഇദ്ദേഹം ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ അനിയനായ പ്രിൻസ് ജോൺ ആവട്ടെ നാട്ടുകാരുടെ അടുത്ത് നിന്ന് ടാക്സ് പിരിച്ച് ഈ നാട് മുടിക്കാനും ചേട്ടന്റെ സ്ഥാനം ഏറ്റെടുക്കാനുമായിട്ട് തുനിയുന്നു. ഇവന് കൂട്ടായിട്ട് ഷെരീഫ് ഓഫ് നൊട്ടിംഗം എന്ന അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ നാട്ടുകാരുടെ സംരക്ഷണത്തിനായി ഒരു ഹീറോ അങ്ങോട്ട് വന്നു. അവന്റെ പേരായിരുന്നു റോബിൻ ഹുഡ്. റോബിൻ ഹുഡിന് ഒരു എലി സഹായിയുണ്ട്. അവന്റെ പേരായിരുന്നു ജെറി. അങ്ങനെ ഒരു തവണ ഈ നൊട്ടിംഗം നമ്മുടെ റോബിൻ ഹുഡിനെ പിടിക്കാനായിട്ട് ഒത്തിരി സ്വർണം വെച്ച ഒരു ട്രാപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഇവൻ ആ സ്വർണം എടുക്കാൻ വരുമ്പോൾ ഇവർക്ക് നമ്മുടെ റോബിൻ ഹുഡിനെ പിടിക്കാമല്ലോ. പക്ഷെ ഇത് മണത്തറിഞ്ഞ നമ്മുടെ ജെറി ഇതിനെപ്പറ്റി റോബിൻ ഹുഡിന് അറിയിപ്പ് കൊടുത്തു. സ്വർണവുമായി വന്ന ആൾക്കാരെ റോബിൻ ഹുഡും ആൾക്കാരും വന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അവന്മാരെ കെട്ടിയിടുകയും ചെയ്തു. ഈ സ്വർണം ഇവരുടെ കൈക്കലാകുകയും ചെയ്തു. പണക്കാരുടെ കയ്യിൽ അധികം പൈസ ഉണ്ടായിട്ട് വലിയ കാര്യമില്ല. പൈസയ്ക്ക് മൂല്യം ഉണ്ടാവുന്നത് അത് ആവശ്യമുള്ളവരുടെ കയ്യിലെത്തുമ്പോഴാണെന്നാണ് റോബിൻ ഹുഡ് പറയാറുള്ളത്. പിടിച്ചെടുക്കുന്ന സ്വർണം മുഴുവനായിട്ട് അവൻ പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു. നമ്മുടെ റോബിൻ ഹുഡിന്റെ എലിയായ ജെറിയെ പോലെ നൊട്ടിംഗത്തിന് ഒരു പൂച്ചയുണ്ട്. അവന്റെ പേര് ടോം എന്നായിരുന്നു. ഇപ്പൊ നമ്മുടെ ടോം ജെറിയായിട്ട് ഓടിക്കുവാണ്. ഈ പ്ലാൻ തകർന്നതോട് കൂടിയിട്ട് നൊട്ടിംഗം നമ്മുടെ പ്രിൻസിനോട് വന്ന് പറയുവാണ്, കൊട്ടാരത്തിനകത്ത് തന്നെ നമ്മുടെ വിവരങ്ങളെല്ലാം അറിയിപ്പ് കൊടുക്കാൻ അവന് ആരോ ഉണ്ട്, ഒരു സ്പൈ ഈ കൊട്ടാരത്തിനകത്ത് തന്നെ ഉണ്ടെന്ന്. ആ സമയം കൊട്ടാര സുന്ദരിയായിട്ടുള്ള മെയ്ഡ് മാരിയൻ, നിങ്ങളുടെ സംസാരമൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഈ കൊട്ടാരത്തിലുള്ള എല്ലാവരുടെയും കണ്ണ് അവളുടെ മേലായിരിക്കും, കാരണം അവൾ അത്രയ്ക്ക് സുന്ദരിയാണ്. റോബിൻ ഹുഡിന് വിവരം കൊടുക്കുന്ന ജെറിയെ തടുത്ത് നിർത്താനായി അവനൊരു എലി ആയതുകൊണ്ട് ഒരു പൂച്ചയെ ഞാൻ ഏർപ്പാടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രിൻസൻ അന്നേരം ടോമിനെ നമ്മുടെ നൊട്ടിംഗം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നൊട്ടിംഗം എന്ന് പറയണ്ട, ഷെരീഫ് എന്ന് പറയാല്ലേ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രിൻസും പറയുന്നുണ്ട്, അതെന്തായാലും നല്ല കാര്യമാണ്, റോബിൻ ഹുഡിനെ പിടിച്ചു കെട്ടാനും അവന്റെ പ്ലാനുകൾ നശിപ്പിക്കാനും ഇത് നന്നായിരിക്കുമെന്ന്. ഇക്കാര്യങ്ങളൊന്നും അറിയാതെ നമ്മുടെ കിങ് റിച്ചാർഡും അവന്റെ ആളുകളും കൂടെ ഇപ്പോൾ ചെന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുവാണ്. 2 ദിവസത്തിനകം അവരുടെ കപ്പൽ ശരിയാകുമെന്ന് ഇവർ പറയുന്നത് പ്രിൻസിന്റെ 2-3 പൂച്ചകൾ കേൾക്കാനായിട്ട് ഇടവരുന്നുണ്ട്. ഇവിടെ നമ്മുടെ റോബിൻ ഹുഡ് ആവട്ടെ ഇപ്പോൾ വീതിച്ചു വെച്ച പൈസ എല്ലാം തന്നെ കൊണ്ടുപോയിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മെയ്ഡ് മാരിയന് ഒരു കത്ത് എഴുതി ജെറിയോട് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറയാണ്. അതായത് നമ്മുടെ റോബിൻ ഹുഡിന്റെ ലവർ കൂടിയായിരുന്നു മെയ്ഡ് മാരിയൻ. അതായത് അവള് തന്നെയാണ് ആ ഒരു സ്പൈ എന്ന് പറയുന്നത്. അങ്ങനെ ജെറി ആ കത്തുമായിട്ട് ഒരു കുഞ്ഞു പാസേജ് ഉണ്ട് കേട്ടോ. ഇതൊരു എളുപ്പ വഴിയാണ്. അതുവഴി നേരെ നമ്മുടെ പ്രിൻസിന്റെ കൊട്ടാരത്തിലേക്ക് എത്തുവാണ്. ഈ സമയത്ത് റോബിൻ ഹുഡും കൂട്ടരും കൂടെ പാവപ്പെട്ടവർക്കൊക്കെ തന്നെ സ്വർണ്ണ നാണയങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ പിടിക്കാനായി നടക്കുന്ന പട്ടാളക്കാർക്കിടയിലൂടെ നമ്മുടെ ജെറിക്ക് ഇപ്പോൾ സുഖമായിട്ട് കൊട്ടാരത്തിൽ എത്താനും സാധിക്കുന്നുണ്ട്. പക്ഷെ ജെറിയെ പിടിക്കാനായിട്ട് അവിടെ നമ്മുടെ ടോം ഉണ്ടായിരുന്നല്ലോ. ടോം ആണെങ്കിൽ ഇപ്പോൾ മെയ്ഡ് മാരിയന്റെ അടുത്തോട്ട് വന്ന് അവളെ പാട്ടുപാടി സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ജെറി കൊട്ടാരത്തിലോട്ട് കടന്നു വരുന്നേ കാണുന്നത്. അവൻ അങ്ങനെ ഞാൻ ഇപ്പൊ വരാൻ കേട്ടോ മാഡം എന്നും പറഞ്ഞ് ജെറിയെ പിടിക്കാനായി പോകുന്നു. കൊട്ടാര മതിലിന്റെ മുകളിലോട്ട് കയറാനായിട്ട് അവനൊരു അമ്പ് വിടുന്നുണ്ട്. പക്ഷേ ആ അമ്പ് നൈസായിട്ട് നമ്മുടെ ടോം ഒടിച്ചു കളഞ്ഞ് ഇവനെ വെള്ളത്തിലേക്ക് തട്ടിയിട്ടു. അവിടെ നിന്നും രക്ഷപ്പെട്ട നമ്മുടെ ജെറി വീണ്ടും ഒരു അമ്പ് പ്രയോഗം നടത്തുവാണ്. ഇത്തവണ നമ്മുടെ ജെറി വിജയിച്ചു. അവൻ നേരെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറിയെങ്കിലും പിന്നീട് ഒരു മൂലയ്ക്ക് വെച്ച് ടോം അവനെ പിടിച്ചു വെച്ചു. അതും കൂടാതെ നമ്മുടെ ടോമിന്റെ വായ്ക്കകത്തോട്ട് അറിയാതെ ജെറി കടന്നു പോവാണ്. പക്ഷെ നമ്മുടെ ജെറിക്കൂട്ടൻ ആരാമോൻ ടോമിന്റെ പല്ലിടിച്ച് തെറിപ്പിച്ചിട്ടാണെങ്കിലും അവൻ വെളിയിലോട്ട് വരത്തില്ലേ. അങ്ങനെ അവൻ വരികയും ചെയ്തു. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വാൾപ്പയറ്റായി. ഇതിനിടയ്ക്ക് ടോമിന്റെ തലയിലോട്ട് വെയിറ്റ് പലതും വീഴുന്നുണ്ട്. ജെറി ആരാ മോനല്ലേ. ടോമിനെ ഇവിടെ നിന്ന് നേരെ തട്ടി പിരാനകളുള്ള വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ജെറി നേരെ മെയ്ഡ് മാരിയന്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. ഇവൻ വെള്ളത്തിലൊക്കെ വീണതുകൊണ്ട് തന്നെ ആ കത്തൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ റോബിൻ ഹുഡ് പറഞ്ഞ വാക്കുകൾ അറിയാമായിരുന്ന ജെറി അതെല്ലാം പൂരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിവള് വായിച്ചു എന്നതിന്റെ തെളിവായിട്ട് മാരിയൻ ആവട്ടെ ജെറിയുടെ കഴുത്തിൽ റോബിൻ ഹുഡിന് കൊടുക്കാൻ ഒരു ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആ ചെയിനുമായിട്ട് ഭയങ്കര ആത്മസംതൃപ്തിയോടുകൂടി അവൻ തിരികെ പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ നമ്മുടെ ടോമിനെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ടോമിന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് പാളിപ്പോയി. റോബിൻ ഹുഡിനെ പിടിച്ചു വെക്കാൻ മറ്റൊരു വഴിയുണ്ടെന്നും പറഞ്ഞ് ഷെരീഫ് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ റോബിൻ ഹുഡിന് നന്നായിട്ട് അമ്പെയ്ത്ത് അറിയാം. അപ്പോൾ ഒരു അമ്പെയ്ത്ത് മത്സരം ഉണ്ടാക്കാം. ഇതിന്റെ വിന്നർക്ക് ഇവിടെ കൊട്ടാര സുന്ദരിയുടെ വക ഒരു ഉമ്മയുണ്ടെന്നും ഒത്തിരി പൈസ ഉണ്ടെന്നും പരസ്യം കൊടുക്കാമെന്ന് പറയുന്നു. ഇത് നമ്മുടെ ജെറി റോബിൻ ഹുഡിനോട് വന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പരസ്യം കണ്ടു എന്ന്. അപ്പോൾ രൂപം മാറി കൊട്ടാരത്തിൽ നടക്കുന്ന ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കണമെന്നും മറ്റാരെങ്കിലും ജയിച്ചാൽ മാരിയന് അവരെ കിസ് ചെയ്യേണ്ടി വരുമെന്നാണ് റോബിൻ ഹുഡ് പറയുന്നത്. അങ്ങനെ ഇവര് പേരൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ദിവസം വന്നെത്തി. ഇവർക്ക് എന്താ കാര്യം എന്ന് വെച്ചാൽ അമ്പെയ്ത്തിലെ റോബിൻ ഹുഡ് ജയിക്കും. അപ്പോൾ അവനെ പെട്ടെന്ന് തന്നെ പിടിക്കാലോ, അതാണ് കാര്യം. റോബിൻ ഹുഡ് ആവട്ടെ വേഷം മാറി വന്നതുകൊണ്ട് അവൻ വന്നിട്ടുണ്ടെന്ന് നമ്മുടെ മാരിയനെ അറിയിക്കാൻ വേണ്ടി സ്നേഹസംബന്ധമായിട്ട്
ഒരു മോതിരം ജെറിയുടെ അടുത്ത് കൊടുത്തയക്കാണ്. പക്ഷെ ഇത് കൊടുക്കാൻ പോയ നമ്മുടെ ജെറിയെ ടോം പിടിച്ചു വെക്കുന്നുണ്ട്. ഇവിടെ മത്സരം തകൃതിയായിട്ട് നടക്കുന്നു. ഇതേപോലെ തകൃതിയായിട്ട് നമ്മുടെ ടോമും ജെറിയും തമ്മിലുള്ള ഫൈറ്റും നടക്കുന്നുണ്ട്. അവസാനം ജെറിയെ ഉപദ്രവിച്ച ടോമിന് പട്ടാളക്കാരുടെ അടുത്ത് അടി കിട്ടുന്നുണ്ട്. ടോം അവിടെ ഇല്ലാത്തൊരു തരം നോക്കി ജെറി ആ ഒരു മോതിരം നമ്മുടെ മാരിയന്റെ കയ്യിൽ എടുത്തു കൊടുക്കുന്നു. ഇതേ സമയം അവസാനത്തെ ഫൈനലിസ്റ്റുകളായിട്ട് റോബിൻ ഹുഡും ഈ ഷെറിഫും ആണ് വരുന്നത്. ടോമും ജെറിയും ഇപ്പുറത്ത് ഫൈറ്റ് ആണെങ്കിൽ ജെറി ആവട്ടെ റോബിൻ ഹുഡ് വിട്ട അമ്പിലേക്ക് പോയി കയറി അമ്പ് തിരിഞ്ഞു മറിഞ്ഞ് നമ്മുടെ റോബിൻ ഹുഡിനെ കറക്റ്റ് സ്ഥാനത്ത് കുറുക്കി കൊള്ളിച്ച് അവൻ വിജയിപ്പിക്കുന്നുണ്ട്. ഇത് റോബിൻ ഹുഡായെന്ന് മനസ്സിലായി ഷെരീഫ് അവനെ അറസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവർ കുറെ നേരം രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ നടന്നില്ല. ഇപ്പോൾ ജെറി മാത്രമേ പുറത്തുള്ളൂ. ജെറി അവനെ കൊണ്ട് പറ്റുന്നതുപോലെ ഇവരെ കൊണ്ടുപോകുന്ന ഈ വണ്ടിയുടെ പൂട്ടഴിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നടന്നില്ല കേട്ടോ. പിന്നീട് അവന്റെ കയ്യിൽ ഒരു ബലൂൺ കിട്ടിയപ്പോൾ വണ്ടി ഇച്ചിരി ദൂരെയാണെങ്കിലും ആ ബലൂൺ വീർപ്പിച്ച് അതും വെച്ച് നമ്മുടെ ജെറി പറന്ന് ഇവിടോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഈ ലോക്ക് അഴിക്കുമ്പോഴേക്ക് പെട്ടെന്ന് ആ ബലൂൺ ആണിയിൽ തട്ടി പൊട്ടുകയും ചെയ്തു. ജെറിക്ക് ഈ ഒരു കാര്യം ചെയ്ത് തീർക്കാനും പറ്റിയില്ല. പാവം ഒത്തിരി ശ്രമിച്ചു. റോബിൻ ഹുഡും കൂട്ടരും ഇപ്പോൾ തടവറയിലായിരിക്കാണ്. ജെറിക്ക് എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്തണമായിരുന്നു. ജെറിയെ കാത്ത് അവിടെ ടോമും നിൽപ്പുണ്ടായിരുന്നു. തടവറയിലായിരിക്കുന്ന നമ്മുടെ റോബിൻ ഹുഡിനെ അങ്ങ് ദൂരെ നിന്ന് മാരിയന് കാണാൻ സാധിക്കും. നിങ്ങളല്ലാതെ എന്റെ മനസ്സിൽ ആരുമില്ല എന്ന് അവൾ പ്രണയപൂർവ്വം അവനെ നോക്കി പാടുമ്പോൾ അവനും അതിന് തിരികെ പാട്ടുപാടി കൊടുക്കുന്നുണ്ട്. ശരിക്ക് ജെറിയെ പിടിക്കാൻ വന്ന ടോം ആവട്ടെ ഇപ്പൊ ഇവരുടെ പാട്ട് കേട്ട് നിൽക്കാണ്. ജെറി അടുത്തുണ്ടെന്നും കൂടി നോക്കാതെ അവരൊന്നിച്ച് ഈ പാട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ടോമിന്റെ കണ്ണ് തെറ്റിയതും ജെറി അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മാരിയന്റെ അടുത്തോട്ട് പോയിട്ട് റോബിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ സമയം റോബിന് വേണ്ടിയിട്ട് മാരിയൻ ഒരു കത്ത് എഴുതുമ്പോൾ അത് ഷെറിഫ് വന്ന് പിടിക്കുകയാണ്. അപ്പം നീയാണല്ലോ ഇവിടുത്തെ സ്പൈ എന്നും പറഞ്ഞ് ഷെറിഫ് ഇവളെ ഇവിടെ പൂട്ടിയിടാനായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇവൾക്ക് ഇവിടെ നിന്ന് പുറത്തു കടക്കണം, എങ്കിലേ റോബിൻ ഹുഡിനെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ ഷെറിഫ് ആണെങ്കിൽ ആൾക്കാരെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് ഇവളെ പുറത്തോട്ട് വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ടോമും ജെറിയും ആണെങ്കിൽ തൊട്ടപ്പുറത്ത് ഭയങ്കരമായിട്ട് ഇടികൂടി അവസാനം ഇപ്പോൾ ഒരു പാത്രത്തില് നമ്മുടെ ജെറിയെ ടോം പിടിച്ചു വെച്ചേക്കുവാണ്. ആ സമയത്താണ് ഷെറിഫും പ്രിൻസും കൂടി സംസാരിക്കുന്നത്. ഇവര് കേൾക്കാനായി ഇടവരുന്നത്. നല്ലവനായ കിങ് റിച്ചാർഡിനെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വക വരുത്തണം എന്ന് ഇവർ പറഞ്ഞത് കേട്ട ടോമിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഒന്നുമില്ലെങ്കിലും അവൻ കൊട്ടാരത്തിൽ ഉപ്പും ചോറും കഴിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായല്ലോ. അതുകൊണ്ട് കിങ് റിച്ചാർഡിനെ രക്ഷപ്പെടുത്താൻ ജെറിയുടെ കൂടെ നിൽക്കാനായിട്ട് നമ്മുടെ ടോം തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമയം മാരിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ റോബിൻ ഹുഡിന്റെ വേറെ ചില സുഹൃത്തുക്കൾ വരുന്നുണ്ട്. അതിൽ പെട്ടവരാണ് നമ്മുടെ ഡ്രൂപ്പിയും സ്പൈക്കും എല്ലാവരും. ഇവരുടെ കാര്യം കൂട്ടുകാരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവന്മാരാണെങ്കിൽ കിങ് റിച്ചാർഡ് കപ്പലിലാണ് വരുന്നത്. പുള്ളിക്കാരൻ വന്നിറങ്ങുന്ന തീരത്തേക്ക് പോയിട്ട് അവിടെ വെച്ച് തന്നെ പുള്ളിയെ തീർത്ത് കളയാനുള്ള പ്ലാൻ നോക്കുകയാണ്. ഡ്രൂപ്പി ആണെങ്കിൽ മാരി എന്റെ റൂമിന്റെ മുന്നിൽ വന്ന് അവിടെയുള്ള പട്ടാളക്കാരുടെ എന്നെ അകത്തോട്ട് വിടണമെന്ന് പറയുമ്പോൾ അവര് മിഠായി കണക്ക് ഇവനെ പൊതിഞ്ഞ് പുറത്തേക്ക് ഒരൊറ്റ തട്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ മാരിയണ്ണ നോക്കുമ്പോൾ അവള് സ്വന്തമായിട്ട് ആ ചെന്നായ പട്ടാളക്കാരെ അകത്തോട്ട് വിളിച്ച് അവരെ വശീകരിക്കുന്ന രീതിയിൽ പാട്ടും പാടി നൈസായി 3 എണ്ണത്തിനെയും അടിച്ച് പരത്തി ചപ്പാത്തി പരുവാക്കി ഇവിടെ നിന്ന് സ്വയം രക്ഷപ്പെടുന്നുണ്ട്. ടോമും ജെറിയും ആവട്ടെ റോബിൻ ഹുഡിനെയും കൂട്ടരെ രക്ഷപ്പെടുത്താനായിട്ട് ജയിലിന്റെ ചാവി നോക്കുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടാളക്കാരന്റെ കയ്യിലാണ് ചാവി ഇരിക്കുന്നത്. ടോം അതെടുക്കാൻ ശ്രമിച്ചു, നടന്നില്ല. അടുത്തത് ജെറിയുടെ ഊഴാണ്. അവൻ ഈ ഒരു ചാവി കരസ്ഥമാക്കിയെങ്കിലും അറിയാതെ അത് ടോമിന്റെ വായ്ക്കകത്തോട്ട് വീണു പോവാണ്. ഇനി അത് എടുക്കാൻ എന്തോ ചെയ്യോടോ എന്ന് ജെറി നോക്കുമ്പോൾ ടോം പറഞ്ഞു, നീ എന്റെ വായ്ക്കകത്ത് പോയിട്ട് എടുത്തോ എന്ന്. അങ്ങനെ നമ്മുടെ ടോമിന്റെ വായ്ക്കുള്ളിലൂടെ കയറി ആമാശയം വഴി വാലി കിടക്കുന്ന ഈ ഒരു ടെയിലന്റിൽ കിടക്കുന്ന ചാവി എടുത്ത് അവർ പുറത്തോട്ട് വരുന്നുണ്ട്. ഡ്രൂപ്പി ആണെങ്കിൽ നമ്മുടെ മാരിയനെ വിളിച്ച് പുറത്തേക്ക് വരുമ്പോഴേക്ക് ടോമും ജെറിയും കൂടെ റോബിൻ ഹുഡിനെയും രക്ഷപ്പെടുത്തി വരുന്നുണ്ട്. അതായത് അവർ തമ്മിൽ കണ്ടുമുട്ടി. അപ്പോഴാണ് കിങ് റിച്ചാർഡിന് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ പോവുകയാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. സമയം കളയാതെ ഇവർ വേഗം തന്നെ ആ എളുപ്പ വഴി പോയിട്ട് നമ്മുടെ കിങ് റിച്ചാർഡിനെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുത്തുവാണ്. ഇവന്മാരുടെ ആൾക്കാരെ പുള്ളിയെ അമ്പ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കിങ് റിച്ചാർഡിനോട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ആരൊക്കെയാണ് ശത്രുക്കൾ ആരൊക്കെയാണ് മിത്രങ്ങൾ എന്നുള്ളതൊക്കെ റോബിൻ ഹുഡ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഷെറിഫിന്റെയും പ്രിൻസ് ജോണിന്റെയും ആളുകളോട് ഇവരെല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോമും ജെറിയും നിസാരക്കാരല്ല കേട്ടോ, അവരാണ് ശരിക്കും ഇവിടെ കലക്കം ഫൈറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വാൾപ്പായിട്ട് നടക്കുന്നു, അമ്പെയ്ത്ത് നടക്കുന്നു. പ്രിൻസ് ജോൺ അത്ര വലിയ പുള്ളിയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഷെറിഫ് ആള് കെങ്കേമനായിരുന്നു. അവനെ ഇടിച്ചിടാൻ ഇച്ചിരിയൊക്കെ പണിയുണ്ടായിരുന്നു.
കുറേ നേരത്തിന്റെ പ്രയത്നത്തിന് ശേഷം റോബിൻ ഹുഡും ടോം ആൻഡ് ജെറിയും എല്ലാവരും ചേർന്ന് നമ്മുടെ ഷെറിഫിനെയും പ്രിൻസ് ജോണിനെയും എല്ലാത്തിനെയും പിടിച്ചു കെട്ടി ഇനി മേല പാവങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിൽ ടാക്സി മേടിച്ചാലുണ്ടല്ലോ എന്നും പറയാണ്. ശേഷം നമ്മുടെ കിങ് റിച്ചാർഡ് കൊട്ടാരത്തിലേക്ക് എത്തി. നല്ല സേവനത്തിന് വേണ്ടി നമ്മുടെ റോബിൻ ഹുഡിനും ടോം ആൻഡ് ജെറിക്കും എല്ലാവർക്കും പുള്ളി ഒരുപാട് സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. കൂടാതെ അവരെ കൊട്ടാരത്തിൽ നിയമിക്കുകയും ചെയ്തു. കൊട്ടാര സുന്ദരിയായിട്ടുള്ള മെയ്ഡ് മാരിയനെ റോബിൻ ഹുഡിനോട് കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയിട്ടാണ് ടോം ആൻഡ് ജെറി റോബിൻ ഹുഡ് ആൻഡ് ഹിസ് മെറി മൗസ് എന്ന മനോഹരമായ 2012 റിലീസായ ഈ ഒരു ടോം ആൻഡ് ജെറി മൂവി അവസാനിക്കുന്നത്. വളരെ ചെറിയ മൂവിയാണ്, 1 മണിക്കൂർ പോലും ഡ്യൂറേഷൻ ഇല്ലാത്തൊരു സിനിമയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. ടോം ആൻഡ് ജെറി ഇഷ്ടമുള്ള എത്ര കൂട്ടുകാരുണ്ട് എന്നുള്ളത് കമൻസ് ആയിട്ട് പറയാം കേട്ടോ. വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻസ് ആയിട്ട് പറയാൻ മറക്കാതിരിക്കുക. പിന്നെ കൂട്ടുകാരുടെ പേരുകൾ വീഡിയോയ്ക്കിടയിൽ പറയണം എന്നുള്ളവർ പേരുകൾ കമൻസ് ആയിട്ട് ഇടുക. അതുപോലെ തന്നെ ബർത്ത്ഡേ വിഷസുകൾ അറിയിക്കേണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ ബർത്ത്ഡേയുടെ 1 വീക്ക് മുൻപ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരും ബർത്ത്ഡേ എന്നാണെന്നും കമൻസ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ടാറ്റാ ബൈ.